സംസ്ഥാനത്ത് 7 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എത്ര ദിവസത്തേക്ക് കൂടി ആണ് ഈ അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്? കാലാവസ്ഥാ പ്രവചനത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ബുധനാഴ്ച വരെയാണ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നാണ് കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത പ്രഖ്യാപിക്കുന്നത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യതയുള്ളത്. അതുകൂടാതെ മറ്റ് ജില്ലകളിൽ, അതായത് മറ്റ് 7 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. ഗ്രീൻ അലർട്ടിൽ ഈ ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. സ്വാഭാവികമായി എല്ലാ ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുണ്ടാവുകയെന്ന് കഴിഞ്ഞ 3 മണിക്കൂർ മുമ്പുള്ള മുന്നറിയിപ്പിലും പറയുന്നുണ്ട്. നാളെയും സമാനമായി യെല്ലോ അലർട്ടുകൾ 4 ജില്ലകളിൽ തുടരുന്നുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. പാറ്റൂർ മൂലവിളാകത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന് സംശയിക്കുന്ന ആൾ പിടിയിലായി. പബ്ലിക് ലൈബ്രറി ക്യാന്റീൻ ജീവനക്കാരനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. വി വിനോദ് ചേരുന്നു. വിനോദ്, പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? എപ്പോഴാണ് ഇയാൾ പിടിയിലായത്? അവരുടെ പ്രതിയെന്ന് കരുതുന്ന ആളാണ് ഇപ്പോൾ പേട്ട പോലീസിന്റെ പിടിയിലുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു പാറ്റൂർ മൂലവിളാകത്ത് വീട്ടമ്മയോട് അപമര്യാദയായ പെരുമാറ്റം. നടന്ന് പോവുകയായിരുന്ന വീട്ടമ്മയോട് ബൈക്കിലെത്തിയ ആൾ മോശമായി സംസാരിക്കുകയായിരുന്നു, മോശം പദപ്രയോഗം നടത്തുകയായിരുന്നു. പോലീസ് ക്രൈംബ്രാഞ്ചിൽ തന്നെ ജോലിയുള്ള ഉദ്യോഗസ്ഥന്റെ ഭാര്യയോടാണ് ഇത്തരത്തിൽ പെരുമാറിയത്. സമീപത്തെ ദന്തൽ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി വന്നതായിരുന്നു ഈ വീട്ടമ്മ. തുടർന്ന് പേട്ട പോലീസിൽ പരാതി നൽകി. മൂലവിളാകത്ത് നേരത്തെയും വിവാദമായ സംഭവം ഉണ്ടായിരുന്നു. രാത്രി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ പോയ വീട്ടമ്മയെ മറ്റൊരു ഇരുചക്ര വാഹനത്തിൽ വന്ന് തടഞ്ഞു നിർത്തി അവരെ അതിക്രൂരമായി ലൈംഗികമായി ഉപദ്രവിച്ച സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഇതുവരെ പ്രതിയെ പിടികൂടിയിട്ടില്ല. ആ ഒരു കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇതേ സ്ഥലത്ത് വീണ്ടും വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. ഏതായിരുന്നാലും ഇപ്പോൾ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നഗരത്തിലെ ക്യാന്റീൻ ജീവനക്കാരനാണ് കസ്റ്റഡിയിലുള്ളത്. എന്നാൽ ഇപ്പോൾ ഇയാളാണ് പ്രതി എന്ന കാര്യം ഉറപ്പിക്കാനാകില്ലെന്നാണ് പേട്ട പോലീസ് പറയുന്നത്. അപർണ. വിനോദ് വിവരങ്ങൾ. സുപ്രീം കോടതി ഉത്തരവിട്ടാൽ ബാർ കോഴ കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് CBI. സുപ്രീം കോടതിയിൽ CBI സത്യവാങ്മൂലം ഫയൽ ചെയ്തു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് PL ജേക്കബ് എന്നയാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇത് പരിഗണിക്കവെയാണ് കൊച്ചി CBI യൂണിറ്റിലെ SP A ഷിയാസ് CBIയുടെ നിലപാട് വ്യക്തമാക്കിയത്. ഹർജി ജൂലൈ 3-ാം വാരം പരിഗണിക്കും. ബാർ കോഴ കേസ് CBI അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് ബിജു രമേശ്. CBI കേസ് അന്വേഷിക്കുമ്പോൾ ആർക്കും സ്വാധീനിക്കാൻ പറ്റില്ല. വിജിലൻസ് അന്വേഷണം പ്രഹസനമായിരുന്നു. വിജിലൻസ് ആണ് കൂട്ടിലടച്ച തത്ത. KM മാണിയുടെ കേസ് സെറ്റിൽ ചെയ്തിട്ടാണ് ജോസ് കെ മാണിയുടെ LDF പ്രവേശമെന്നും ബിജു രമേശ് ആരോപിച്ചു. രാഷ്ട്രീയമായിട്ട് സെറ്റിൽ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ എല്ലാം രാഷ്ട്രീയത്തിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഓരോ ഘടകകക്ഷികളെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മള് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അത് കടന്നു കഴിഞ്ഞാൽ വേറെ ദിശയിലേക്ക് പോകും. നമ്മളിപ്പോ മാർക്കോടെ അന്വേഷിക്കട്ടെ. അതിനന്വേഷിക്കുന്നതിന് പരിപൂർണമായി CBI അന്വേഷിക്കുന്നതിന് 100% ഞങ്ങളുടെ ഭാഗത്ത്, എന്റെ ഭാഗത്തുനിന്നും ഇതുമായി അനുകൂലിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും ഇപ്പോഴേ വെളിപ്പെടുത്തുന്നില്ല. ഇതിന് മൊഴി പറയാനും CBIക്ക് വന്നാൽ മൊഴി പറയുന്ന ചില ബാർ ഉടമകളുമുണ്ട്. നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ സ്വാധീനം ചെലുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഭീഷണിക്ക് അവർ വഴങ്ങാൻ സമ്മർദ്ദം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ആരൊക്കെ കൂടെ ഉണ്ട്, ആരൊക്കെ മൊഴി പറയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ 100% കേസ് തെളിയും. അതിന് പറയാനുള്ള ആൾക്കാർ അതിനകത്ത് അതിന്റെ കൈകാര്യം ചെയ്തവരും തെളിവുകളുള്ളവരും ഈ സമയത്ത് അത് പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാർ കോഴ കേസ് അന്വേഷിക്കാൻ CBI തയ്യാറാണെന്ന വാർത്തയിൽ പ്രതികരിച്ച MV ഗോവിന്ദൻ, കൂട്ടിലടച്ച തത്തയാണ് CBI. കേസ് പണ്ടേ അവസാനിച്ചതാണെന്നും അത് വീണ്ടും കുത്തിപ്പൊക്കുന്നത് RSS അജണ്ടയാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. യാതൊരു എളുപ്പമില്ലാതെ ഒരു സീസൈഡല്ല കൂട്ടിലിട്ട തത്താന്ന് വെറുതെ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റിയാണ്. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ RSS പറയുന്നതിന് തോന്നുന്ന ചില ഏജൻസികളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതാ പ്രശ്നം. CBI എന്ന് പറയുന്നത്
സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസി നിയന്ത്രിക്കുന്നത് RSS ആണ്. അപ്പോൾ പിന്നെ അതെന്തൊക്കെ പറയുന്നുള്ളതിന് പിന്നെ നല്ല അറിയണ്ടേ? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിലല്ലേ, ഇനി അപ്പുറത്തെ കോടതി ലോക കോടതി ഉണ്ടെങ്കിൽ ലോക കോടതി പറഞ്ഞതും അങ്ങനെ. AI ക്യാമറ ഇടപാടിൽ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ 2 രേഖകൾ കൂടി പുറത്തുവിട്ട കെൽട്രോൺ. ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ യോഗ്യതയും അവർക്ക് ലഭിച്ച മാർക്കും SRIT ആരുമായി സഹകരിച്ചു എന്ന വിവരങ്ങളുമാണ് പുതിയ രേഖയിലുള്ളത്. എന്നാൽ ക്യാമറയുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കാര്യക്ഷമത രേഖ എന്നിവയൊന്നും കെൽട്രോൺ പരസ്യപ്പെടുത്തിയിട്ടില്ല. AI പദ്ധതിയുടെ ടെൻഡർ വാല്യുവേഷൻ രേഖയാണ് കെൽട്രോൺ പുറത്തുവിട്ടത്. 4 കമ്പനികൾ പങ്കെടുത്തു. കമ്പനിയുടെ 3 വർഷത്തെ ടേൺഓവർ, ചെയ്ത പദ്ധതികളുടെ എണ്ണം, എത്ര കോടി രൂപയുടെ പദ്ധതി എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങൾ പ്രകാരമായിരുന്നു മാർക്കിടൽ. ഇതിൽ 100-ൽ 95 മാർക്ക് SRIT നേടി. അശോക ബിൽഡ്കോണിന് 92-ഉം അക്ഷര എന്റർപ്രൈസസിന് 91 മാർക്ക് ലഭിച്ചപ്പോൾ ഗുജറാത്ത് ഇൻഫോടെക്കിന് ആകെ 8 മാർക്കാണ് ലഭിച്ചത്. കൂടുതൽ മാർക്ക് നേടിയ SRITക്ക് കെൽട്രോൺ ഉപകരാർ നൽകുകയും ചെയ്തു. SRITക്ക് കരാർ ലഭിക്കാൻ അശോകയും അക്ഷരയും സഹായിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം. കെൽട്രോൺ ആദ്യം പ്രസിദ്ധീകരിച്ച 7 രേഖകളിൽ ഈ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം SRIT AI ഉപകരണങ്ങൾ വാങ്ങാൻ ഈ സെൻട്രിക് കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്ന രേഖയും പ്രസിദ്ധീകരിച്ചു. സേഫ് കേരള പദ്ധതിയിലെ പ്രധാന പങ്കാളികൾ പ്രസാഡിയോയും ട്രോയ്സുമാണെന്ന് ഈ രേഖയിലുണ്ട്. എന്നാൽ മാനുഫാക്ചർ ഓതറൈസേഷൻ ഫോമിന്റെ കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലുണ്ടാവുക. ടെക്നിക്കൽ ഇവാലുവേഷൻ ഡോക്യുമെന്റ് പുറത്തുവിട്ടിട്ടില്ല. ക്യാമറ എത്രമാത്രം കാര്യക്ഷമമാണ്, തെറ്റ് വരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന എറർ ഫാക്ടർ, പ്രോസസ്സറിന്റെ പ്രത്യേകതകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടില്ല. വിവിധ കമ്പനികളുടെ ഉൽപ്പന്നം ഉപയോഗിച്ചതായി കെൽട്രോൺ അവകാശപ്പെടുമ്പോഴും അതിന്റെയും വിശദീകരണം രേഖകളിലില്ല. ഞങ്ങളെല്ലാം സുതാര്യമായി ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു 7 രേഖകളും ഒരു വാർത്താക്കുറിപ്പും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെൽട്രോൺ പുറത്തുവിട്ടത്. എന്നാൽ സാങ്കേതിക വിവരങ്ങളും ഉപകാരമടങ്ങുന്ന നിർണായക രേഖകൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് ലഭ്യമല്ല. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലോകായുക്തയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. താൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂഴ്ത്തിവെച്ചു. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപർ മാറിയെന്നും ചെന്നിത്തല പറഞ്ഞു. AI ക്യാമറ വിവാദത്തിൽ പുറത്തുവിട്ട രേഖകളുമായി കോടതിയിൽ പോകുമോ എന്ന ചോദ്യത്തിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിവാദ പ്രസ്താവന. താൻ കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ, ബെബ്കോ അടക്കമുള്ള അഴിമതി കേസുകൾ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂഴ്ത്തിവെച്ചു. ജസ്റ്റിസ് മണികുമാറിനെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനാക്കാൻ സർക്കാർ തീരുമാനിച്ചെന്നും ചെന്നിത്തല. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. എല്ലാ കേസും ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന, അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപന്മാർ മാറി. കോടതി എന്തിനാണ് സമീപിക്കുന്നത്? കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്ത പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. ലോകായുക്തയിൽ പോയിട്ട് കാര്യമൊന്നുമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ത്യയിൽ ഏറ്റവും സംഘടിതമായി അഴിമതി നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് കെ സുരേന്ദ്രൻ. AI ക്യാമറ അഴിമതിയുടെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണ്. അഴിമതികൾ മൂടിവെക്കാനുള്ള ഏജൻസിയായി വിജിലൻസ് മാറിയെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. പണ്ട് ഏതെങ്കിലും ഒരു പ്രൊജക്ടിലാണ് അഴിമതി നടത്തിയിരുന്നതെങ്കിൽ ഇപ്പൊ എല്ലാ തട്ടിപ്പുകാരും കൂടി ഒരു പ്രൊജക്ടിൽ, ഏത് പ്രൊജക്ട് വരുമ്പോഴും അതിൽ എല്ലാ തട്ടിപ്പുകാരും യോജിക്കുക. ഇപ്പൊ അൽഹിന്ദിന്റെ MD പറഞ്ഞത് വലിയ വാർത്തയായില്ല. ക്യാമറയുടെ കാര്യത്തിൽ സമീപിച്ചെന്നും 50 കോടി മുടക്കിയാൽ 75 കോടി നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും തട്ടിപ്പ് നടത്തുന്ന ഒരു ഗവൺമെന്റ് എന്നിട്ട് പറയാണ് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. അതുകൊണ്ട് ഈ അഴിമതി അവസാനിപ്പിച്ച് ശരിയായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി അവരുടെ ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത്. കേരളത്തിലേക്ക് പോകാൻ അകമ്പടി ചെലവ് കുറയ്ക്കണമെന്ന മദനയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. കർണാടക പോലീസ് ആവശ്യപ്പെട്ട പണം മുൻകൂറായി കെട്ടിവെക്കണം. 60 ലക്ഷം നൽകണമെന്നാണ് കർണാടക പോലീസിന്റെ ആവശ്യം. ചെലവ് കണക്കാക്കിയത് സർക്കാരിന്റെ ചട്ടപ്രകാരമാണെന്നും അകമ്പടി പോകുന്ന പോലീസുകാരുടെ എണ്ണം കുറയ്ക്കാനാവില്ലെന്നും കർണാടക പോലീസ് കോടതി അറിയിച്ചിരുന്നു. 20 അംഗ ടീമിനെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. താമസവും ഭക്ഷണവും കൂടി കണക്കിലെടുത്താൽ അകമ്പടി ചെലവ് 1 കോടിയോളം വരുമെന്ന് മദനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി.
കക്കുകളി നാടകത്തിനെതിരെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ക്രിസ്ത്യൻ സന്യാസ സമൂഹത്തെ ആക്ഷേപിക്കുന്ന കക്കുകളി നാടകം ആശങ്കാജനകമാണ്. കേരള സർക്കാർ തന്നെ കക്കുകളി നാടകം പ്രചരിപ്പിക്കാൻ ഇറങ്ങുന്നത് അപകടകരമായ പ്രവണതയാണെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. അടിമുടി ജീർണത പിടിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പുകഴ്ത്തുകയും എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ സമൂഹത്തിന് സമ്മാനിച്ച ക്രിസ്ത്യൻ സന്യാസ സമൂഹത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്നതാണ് നാടകം. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് ചെല്ലപ്പേരിട്ട് വിളിച്ചാലും സൃഷ്ടികൾ മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ളതാകരുതെന്ന് നാടകപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. കക്കുകളി നാടകത്തിന്റെ പ്രദർശനാനുമതി നിഷേധിക്കണമെന്ന് KCBC. ക്രൈസ്തവ സന്യാസത്തെ അപകീർത്തിപ്പെടുത്തുകയും ഇതര മതവിഭാഗങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാടകം. കക്കുകളി നാടകത്തിന്റെ കാര്യത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നയം വ്യക്തമാക്കണം. മതേതരത്വത്തെക്കുറിച്ചും മത ന്യൂനപക്ഷ പ്രേമത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നവർ ഈ കാര്യത്തിലെടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം വേദനാജനകമാണ്. ശാരീരികമായി ആക്രമിക്കുന്നതിന് തുല്യമായി സഭ ഇത്തരം നടപടികളെ കാണുന്നു. ഇതര സമുദായങ്ങളെപ്പോലെ തുല്യനീതി ക്രൈസ്തവർക്കും അർഹതയുള്ളതാണെന്നും മാർ ക്ലിമിസ് ബാബ പറഞ്ഞു. ദ കേരള സ്റ്റോറി സിനിമയെ അനുകൂലിച്ച് കെ സുരേന്ദ്രൻ. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വരുന്ന സിനിമകൾ ആവിഷ്കാരമാകുമ്പോൾ എന്തിനാണ് വേവലാതി? സംഘപരിവാർ അജണ്ട കേരള സ്റ്റോറിയിൽ ഇല്ല. സെൻസർ ബോർഡാണ് സിനിമയ്ക്ക് അനുമതി നൽകുന്നത്, ഡിവൈഎഫ്ഐ അല്ല എന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. അല്ല, അതിപ്പോ മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞാൽ പോരെ, ISIS എത്ര പേര് പോയിന്ന്? സിനിമയല്ലേ, ചരിത്ര പാഠപുസ്തകമൊന്നുമല്ലല്ലോ. പോയില്ലെന്നാണോ? ആ സിനിമയെ സിനിമയായിട്ട് കണ്ടാ പോരെ, എന്താ ഇത്ര വേവലാതി? ക്രിസ്ത്യാനികളെ ആകെ ആക്രമിക്കുന്ന നാടകം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അനുമതി കൊടുക്കുന്നവർ, മറ്റു പലതും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പരാമർശ വിഷയമായിട്ടുള്ള പല സിനിമകളും നാടകങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഭീകരവാദത്തെക്കുറിച്ച് ഒരു സിനിമ വന്നാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ടിട്ട് തീരുമാനിച്ച പോരുന്നു. എന്താ ഇത്ര ഒരു തിടുക്കം? നമ്പറിനെ കുറിച്ചാണ് ഡിസ്പ്യൂട്ടെങ്കിൽ അത് ചർച്ച ചെയ്യാലോ. അത് പിണറായി വിജയൻ പറഞ്ഞാൽ മതിയല്ലോ. പൂരം കൊടിയിറങ്ങി. വടക്കുംനാഥ സന്നിധിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തി. 10,000-ങ്ങളെ സാക്ഷിയാക്കി ഉച്ചയ്ക്ക് 12:45 ഇരു ദേവിമാരും പരസ്പരം ഉപചാരം ചൊല്ലി വിട പറഞ്ഞത്. ഏപ്രിൽ 19 അടുത്ത തൃശൂർ പൂരം. രാവിലെ 9 മണിയോടെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ എഴുന്നള്ളത്ത് തുടങ്ങിയതോടെ പകൽപൂരത്തിന് തുടക്കമായി. മണികണ്ഠനാൽ പന്തലിൽ നിന്ന് പാറമേക്കാവ് ഭഗവതിയും നായ്ക്കനാൽ പന്തലിൽ നിന്ന് തിരുവമ്പാടി ഭഗവതിയും മേളത്തിന്റെ അകമ്പടിയോടെ വടക്കുനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിച്ചു. കിഴക്കൂട്ട് അനിയന്മാരുടെ പ്രാമാണിത്വത്തിൽ പാറമേക്കാവ് മേളവും ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരുടെ കീഴിൽ തിരുവമ്പാടിയുടെ വാദ്യകലാകാരന്മാരും അണിനിരന്നു. 3 മണിക്കൂർ മേളം കുട്ടിക്കയറി ഇറങ്ങി. പന്ത്രണ്ട് മണിയോടെ ഉപചാര ചടങ്ങുകൾ തുടങ്ങി. പാറമേക്കാവ് ഭഗവതി ഗണപതിയെ വലം വെച്ച് വന്നപ്പോഴേക്കും വടക്കുനാഥനെ വണങ്ങി തിരുവമ്പാടി ഭഗവതിയും പടിഞ്ഞാറെ ഗോപുരനട കടന്നെത്തി. 12:45 ദേവിമാർ ഉപചാരം ചൊല്ലി. വീണ്ടും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് ദേവിമാർ പരസ്പരം വന്ദിച്ച് മടങ്ങിയതോടെ 36 മണിക്കൂർ നീണ്ട പൂരത്തിന് പരിസമാപ്തി. എല്ലാം ഭംഗിയായി നടത്താനായി എന്ന സംതൃപ്തി സംഘാടകർക്കും ജില്ലാ ഭരണകൂടത്തിനും. പറഞ്ഞപോലെ അടിപൊളിയായല്ലോ, എല്ലാം ഭംഗിയായി അല്ലേ, സൂപ്പറാണ്. മോർ ദാൻ വാട്ട് വി എക്സ്പെക്ടഡ്. ബട്ട് ഞങ്ങൾ അത് ആദ്യത്തെ തന്നെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതിനാൽ നമ്മൾ എറിഞ്ഞത് ഒരുക്കങ്ങളെല്ലാം നമുക്ക് ബെനിഫിറ്റ് ആയി.
അതുകൂടാതെ ഞങ്ങൾ പ്രോമിസ് ചെയ്തപോലെ ഈ പൂരത്തിൽ VIP-യും VVIP-യും സ്ത്രീകളും ഭിന്നശേഷിക്കാരുമാണ്. അവരെല്ലാവരും നല്ലപോലെ വന്നിട്ട് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത സ്പെഷ്യൽ പെവലിയൻസിൽ അവർ വന്നിട്ട് പൂരം പൂർത്തിയായിട്ടും ആസ്വദിച്ചു. ഫെൽറ്റ് വെരി ഹാപ്പി. തുടർന്ന് പകൽ വെടിക്കെട്ട്. ആദ്യം തിരികൊളുത്തിയത് തിരുവമ്പാടി. അരമണിക്കൂറിന് ശേഷം പാറമേക്കാവും. അടുത്ത പൂരത്തിനായുള്ള തൃശൂരിന്റെ കാത്തിരിപ്പ് ഇവിടെ തുടങ്ങുന്നു. ടീം ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. ഇനി എത്ര ഇരകൾ? ന്യൂസ് 18 പരമ്പര. കേരളത്തിലെ ഭാവി സമൂഹം കുരുങ്ങിക്കിടക്കുന്ന ലഹരിക്കെണിയുടെ വ്യാപ്തി ചെറുതല്ല. സിനിമാ മേഖല മുതൽ സ്കൂളുകൾ വരെ ഇന്ന് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു. തലസ്ഥാനത്ത് 14-കാരിയുടെ ജീവൻ നഷ്ടപ്പെട്ട് 1 മാസം പിന്നിട്ടിട്ടും പോലീസ് നിസ്സഹായാവസ്ഥയിലാണ്. ഈ ലഹരി സംഘങ്ങൾ ഇനിയും എത്ര ജീവനെടുക്കും? ന്യൂസ് 18 പരമ്പര. ഇനി എത്ര ഇരകൾ? അടുത്തിടെ വരെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഓർത്ത് രക്ഷകർത്താക്കളും പൊതുസമൂഹവും ആശങ്കപ്പെട്ടിരുന്നത് കലാലയ സംഘടനകളുടെ പേരിലായിരുന്നെങ്കിൽ ആ സംഘർഷങ്ങളും ആശങ്കകളും ഇന്ന് മറ്റൊരു വലിയ വിപത്തിന് വഴിമാറുകയാണ്. അത് മറ്റൊന്നുമല്ല, കലാലയങ്ങളിലും സ്കൂളുകളിലും പിടിമുറുക്കുന്ന ലഹരി മാഫിയ തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ്. മാനവീയം വീഥിയിലെ സ്ഥിരം കാഴ്ചയാണ് എനിക്ക് പിന്നിലുള്ളത്. അന്യ ജില്ലകളിൽ ഇതുപോലും വിദ്യാർത്ഥിനികളെ കെണിയിലാക്കി ലഹരി മാഫിയ മാനവീയം വീഥി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒരു വശത്ത് ഇതുപോലെ നിരീക്ഷണവും ചോദ്യം ചെയ്യലുമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഇവരുടെ ചതിക്കുഴികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസ് ആസ്ഥാനത്തിന്റെ ഈ മതിൽക്കെട്ടിനപ്പുറം മാനവീയം വീഥിയുടെ പ്രവേശന കവാടമാണ്. നിരവധി കലാ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകുന്ന ഈ തെരുവിന് സന്ധ്യ മയങ്ങിയാൽ ഇപ്പോൾ മറ്റൊരു മുഖമാണ്. വികൃതമാക്കുകയാണ് സാമൂഹ്യ വിരുദ്ധരായ ലഹരി മാഫിയ ചേർന്ന് സന്ധ്യ മയങ്ങിയാൽ ഈ സുന്ദര തെരുവിന്. തലസ്ഥാന നഗരിയിലെ പ്രമുഖ സ്കൂളുകളിൽ ലഹരി മാഫിയ വലവിരിച്ച വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത് 1 മാസം മുമ്പാണ്. പക്ഷേ കാണേണ്ടവർ നടപടിയെടുക്കാൻ വൈകിയതോടെ നഷ്ടമായത് ഒരു 14-കാരിയുടെ വിലപ്പെട്ട ജീവനാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് ലഹരി ഉപയോഗം ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. മദ്യവും കഞ്ചാവും എന്നിവയേക്കാൾ അപ്പുറം തീവ്രവും ഉന്മാദവും നൽകുന്ന സിന്തറ്റിക് ലഹരികൾക്കാണ് കുട്ടികൾ കൂടുതൽ അടിമപ്പെടുന്നത്. എവിടെ നിന്നാണ് കുട്ടികൾക്കിത് ലഭിക്കുന്നത്? ആരാണ് ഇത് നൽകുന്നത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ പിടയുകയാണ് നമ്മുടെ യുവത്വം. ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിൽ ന്യൂസ് 18 അനിവാര്യമായ ഇടപെടലായി മാറുകയാണ് ഈ പരമ്പര. കോവിഡുമായി അനുബന്ധമായിട്ട് ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും കൗമാരപ്രായക്കാരും ഓൺലൈൻ വിനോദങ്ങളിലേക്ക് വ്യാപകമായി പോവുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി ഡാർക്ക് വെബ് പോലെയുള്ള ഇന്റർനെറ്റിന്റെ വളരെ ഇരുണ്ട പ്രതലങ്ങൾ കുട്ടികൾ കൂടുതലായിട്ട് പരീക്ഷിക്കുകയും അവിടെ നിന്ന് ലഹരി വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയും
അത് ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകമെമ്പാടും ആ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും അതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഈ രാസലഹരികൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ലഹരി വസ്തുക്കളാണ് ഈ ജീവൻ എടുക്കാൻ പോലും പ്രാപ്തമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി വസ്തുവാണ് ആംഫിറ്റമിൻ വിഭാഗത്തിൽപ്പെടുന്ന MDMA. ഇതെല്ലാം മസ്തിഷ്ക ഉത്തേജക മരുന്നുകളാണ്. ഇതെല്ലാം അതായത് പൊടുന്നനെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ MDMA പോലെയുള്ള ഈ ആംഫിറ്റമിൻ വസ്തുക്കൾ ഒരു തവണ തന്നെ വലിയ അളവിൽ ഉപയോഗിക്കുകയോ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ചെറിയ അളവിൽ നിരന്തരമായി എല്ലാ ദിവസവും സ്ഥിരമായി ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ തലച്ചോറിലും മറ്റും ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യും. അതേപോലെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ സങ്കോചം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും സമാന്തരമായി രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ. ഏറ്റവും മാരകമായ പ്രശ്നം, ഈ രക്തക്കുഴലുകൾ, തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. അത് പലപ്പോഴും മരണത്തിന് തന്നെ കാരണമാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു സാധ്യത, ഈ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ചിട്ട് ആ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം തടസ്സപ്പെടുന്ന ഒരവസ്ഥ. ഇത് പലപ്പോഴും മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക്, ഒരു സൈഡ് തളർന്നു പോവുക അല്ലെങ്കിൽ ചുണ്ടുകൂടി പോവുക, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരുക, ഇത്തരം അവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ചെറിയ അളവിൽ ആണ് ഇത് വല്ലപ്പോഴും മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് പൊടുന്നനെ കൂടുകയും അത് പലപ്പോഴും മിഥ്യാവിശ്വാസങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ള തോന്നലുകൾ, മിഥ്യാ അനുഭവങ്ങൾ, ഇല്ലാത്ത കാഴ്ചകൾ കാണുക, ഇല്ലാത്ത സൗണ്ടുകൾ കേൾക്കുക, അങ്ങനെയുള്ള ചിത്തഭ്രമ ലക്ഷണങ്ങൾ, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അല്ലെങ്കിൽ ലഹരി വസ്തുജന്യ ചിത്തഭ്രമം എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ഈ ലഹരി വസ്തുക്കൾ ഒക്കെ. അതുകൊണ്ട് തന്നെ ഇവയിൽ നിന്ന് ഈ കുട്ടികളെ അകറ്റി നിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊച്ചിയിൽ കഞ്ചാവ് കേസിൽ SI ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ആലുവ തടിയിട്ടപ്പറമ്പ് ഗ്രേഡ് SI സാജനും മകനും ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും മകനെ സംരക്ഷിക്കുകയും വിദേശത്തേക്ക് കടക്കാൻ സഹായിക്കുകയും ചെയ്തതിനാണ് സാജനെ അറസ്റ്റ് ചെയ്തത്. ട്രെയിനിൽ കൊണ്ടുവന്ന 28 കിലോ കഞ്ചാവ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പിടികൂടിയിരുന്നു. കേസിൽ ആലുവ തടിയിട്ടപ്പറമ്പ് ഗ്രേഡ് SI സാജൻ, മകൻ നവീൻ, അറക്കപ്പടി സ്വദേശി ആൻസ്, പെരുമ്പാവൂർ സ്വദേശി ബേസിൽ തോമസ് എന്നിവരെയാണ് പിടികൂടിയത്. മുൻ MLAയും മുതിർന്ന CPM നേതാവുമായ M. ചന്ദ്രൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. 2006 മുതൽ 2016 വരെ ആലത്തൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം. പാലക്കാട് ആനക്കര സ്വദേശിയായ M. ചന്ദ്രൻ KSFിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. 2 തവണ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരുന്നു. CPM വിഭാഗീയതയുടെ കാലത്ത് VS അച്യുതാനന്ദനൊപ്പം ഉറച്ചുനിന്ന നേതാവാണ്. സംസ്കാരം നാളെ സ്വദേശമായ പാലക്കാട് ആനക്കരയിൽ നടക്കും. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാനക്കൂട്ടം ഷെഡ് തകർത്തു. മൗണ്ട്ഫോർട്ട് സ്കൂളിന് സമീപം രാജന്റെ ഷെഡാണ് തകർത്തത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു ആക്രമണമുണ്ടായത്. അരിക്കൊമ്പനെ പിടികൂടിയത് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി കണ്ടിട്ടില്ല എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. മറ്റൊരു പോംവഴിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അരിക്കൊമ്പനെ പിടികൂടേണ്ടി വന്നത്. വന്യജീവി ആക്രമണം പലയിടത്തുമുണ്ട്. കേരളത്തിന് അകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി കൂടിയാലോചന നടത്തും. അതിനായി ഒരു പാനൽ തയ്യാറാക്കുമെന്നും വനമന്ത്രി പറഞ്ഞു. ദൌത്യത്തിൽ പങ്കെടുത്ത കുങ്കിയാനകളുടെ പാപ്പാന്മാരെ സ്ഥിരപ്പെടുത്താനാവില്ലെന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കി. പെരിയാർ റിസർവിൽ തുറന്നുവിട്ട അരിക്കൊമ്പന്റെ സഞ്ചാരം നിരീക്ഷിച്ച് വനംവകുപ്പ്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിലുള്ള പ്രത്യേക സംഘത്തിനാണ് അരിക്കൊമ്പനെ നിരീക്ഷിക്കാനുള്ള ചുമതല. റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറ അടക്കം ഉപയോഗിച്ചാണ് നിരീക്ഷണം. 3 കിലോമീറ്റർ ചുറ്റളവിൽ സ്വാഭാവിക സഞ്ചാരമാണ് ഇപ്പോഴുള്ളതെന്ന് CCFRS അരുൺ ന്യൂസ് 8നോട് പറഞ്ഞു. അരിക്കൊമ്പൻ ദൌത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഈ ദൌത്യത്തിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോടൊപ്പം ചേരുന്നത്. ഹൈറേഞ്ച് സർക്കിൾ CCFRS അരുൺ. മുല്ലക്കുടി സെക്ഷനിലാണ് ഇതിനെ റിലീസ് ചെയ്തത്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 11ഓളം സാറ്റലൈറ്റ് ലൊക്കേഷൻസ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നോടൊപ്പം അറിയിച്ചിട്ടുള്ളത്. റാൻഡമായിട്ട് ഉള്ള മൂവ്മെന്റ്സ് ആണ് കൂടുതൽ. ആൻഡ് അത് ഒരു 3 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ വനമേഖലയിലാണ് ഈ ആനയുള്ളത്. ഇത് അവിടുന്ന് പുതിയൊരു സ്ഥലത്തെത്തുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അപരിചിതമായിരിക്കും. അതൊക്കെ എടുക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് സർ ചെക്ക് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട്, ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ പെരിയാർ ഈസ്റ്റ് ഡിവിഷന്റെ കീഴിൽ ഒരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിനോടനുബന്ധിച്ചുള്ള ഇവിടുത്തെ ബയോളജിസ്റ്റുകളും ഇവിടുത്തെ വെറ്റിനറിയൻസും അവരെല്ലാം ഇതിന്
മോണിറ്റർ ചെയ്യുന്നതാണ്. ഇത് തിരിച്ചു പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? പെരിയാർ കടുവാ സങ്കേതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സങ്കേതമാണ്. ഇവിടെ ഇവർക്ക് പലതരത്തിലല്ലാതെ തന്നെ വൈൽഡ് ലൈഫിനെ മോണിറ്റർ ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. ഇവിടെ AI ക്യാമറാസ് ഉണ്ട്, റിയൽ ടൈം മോണിറ്ററിംഗ് ഉണ്ട്. അല്ലാതെ ഇവരുടെ പെട്രോളിങ്ങും അവരുടെ സെക്ഷൻ ഓഫീസുകളുണ്ട്, സെക്ഷനുകളുണ്ട്. അവിടെയുള്ള സ്റ്റാഫുകൾ അല്ലാതെ നിരന്തരം പെട്രോളിംഗ് ചെയ്യുന്നവരാണ്. അതോടൊപ്പം ഈ സ്പെഷ്യലായിട്ട് അരിക്കൊമ്പനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീമിനെയും കൂടെ അതിന്റെ ഇൻ അഡീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും RS അരുൺ അദ്ദേഹമാണ് ഈ ദൌത്യത്തിന് ചുക്കാൻ പിടിച്ച ഫീൽഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങളിൽ തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തത്. ഒരു കാര്യം അരിക്കൊമ്പൻ ഫാൻസിന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈഗർ റിസർവാണ് പെരിയാർ ടൈഗർ റിസർവ്. അവിടെ അരിക്കൊമ്പൻ സുരക്ഷിതനായിരിക്കും, കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും, പരിചരണങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18. പെരിയാർ വനത്തിലേക്ക് ഇറക്കിവിട്ട അരിക്കൊമ്പനെ തെരഞ്ഞ് കാട്ടാനക്കൂട്ടങ്ങൾ ചിന്നക്കനാലിൽ. ഒറ്റ ദിവസം കൊണ്ട് കാണാതായ അരിക്കൊമ്പനെ കാത്ത് ഇണയും കുട്ടിയാനയും ചിന്നക്കനാലിലെ റോഡിലൂടെ നടന്നത് നൊമ്പര കാഴ്ചയായി മാറിയിരുന്നു. കുട്ടികളുമൊത്ത് കൂട്ടമായി നിൽക്കുന്ന ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം വരെ അരിക്കൊമ്പനൊപ്പം ആയിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതൊന്നും ഈ കാട്ടാനക്കൂട്ടം അറിഞ്ഞിട്ടില്ല. ദൌത്യം നടന്നതിന് തൊട്ടടുത്തായി നിലയുറപ്പിച്ച ഇവർ ഒരുപക്ഷെ തെരയുന്നത് ഒരു ദിവസം കൊണ്ട് കാണാതായ അരിക്കൊമ്പനെയായിരിക്കും. നമുക്ക് തന്നെ അന്നലെ ആ ഒരു സീനെല്ലാം കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആനകൾക്കത് അവരെ വിട്ടേച്ച് പോകാൻ പറ്റുമോ? ആ ഒരു സ്ഥിതിയാണ് ഇത്. കൂടുതൽ ഇത് ശല്യം പിന്നെ വീടുകളെ ആക്രമിക്കുന്നത് കൊണ്ടല്ലേ ഈ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ള രീതിയിലൊരു സമരപരിപാടികൾ നടക്കും. ഇതിനെ പിടിക്കേണ്ടതായിട്ടൊരു സാഹചര്യം വന്നതും മറ്റ് ആനകളോടെ നിൽപ്പുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ യൂക്കാലി പ്ലാന്റേഷനെല്ലാം വെട്ടിമാറ്റി ഇവിടെ കുറച്ച് ആനയ്ക്ക് തിന്നത്തക്ക രീതിയിലുള്ള തീറ്റകൾ വെച്ചു പിടിപ്പിച്ചാൽ ജനവാസ മേഖലയിലേക്ക് ഈ ആനയുടെ ശല്യമുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അരിക്കൊമ്പൻ മലയിറങ്ങിയതോടെ രണ്ടു കൂട്ടമായി നടന്നിരുന്ന കാട്ടാനകൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നു. ചക്കക്കൊമ്പനും കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. ന്യൂസ് 18 ചിന്നക്കനാൽ. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം. അധികാരത്തിൽ വന്നാൽ കർണാടകത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് BJP പ്രകടന പത്രിക. ബംഗളൂരുവിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം, സുരക്ഷ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് പ്രകടന പത്രികയെന്ന് നേതൃത്വം വ്യക്തമാക്കി. എല്ലാ BPL കുടുംബങ്ങൾക്കും വർഷത്തിൽ 3 സൗജന്യ LPG സിലിണ്ടർ, ദിവസവും 1/2 ലിറ്റർ നന്ദിനി പാൽ, എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിലും അടൽ ആഹാര കേന്ദ്ര തുടങ്ങിയവയും BJP വാഗ്ദാനം ചെയ്യുന്നു. കർണാടകത്തിൽ JDS അധികാരത്തിൽ വരുമെന്ന് HD കുമാരസ്വാമി ന്യൂസ് 18നോട്. കർണാടക വോട്ടർമാർ ബദലായി കാണുന്നത് JDSനെയാണ്. BJPയെയും കോൺഗ്രസിനെയും ജനങ്ങൾക്ക് മടുത്തു. ഇത്തവണ JDS കിങ് മേക്കർ അല്ല, കിങ് ആകുമെന്നും 120 സീറ്റാണ് ലക്ഷ്യമെന്നും കുമാരസ്വാമി ന്യൂസ് 18നോട് പറഞ്ഞു. JDS നേതാവ് മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി ന്യൂസ് 18നൊപ്പം ചേരുകയാണ്. So, how confident you are winning back to power in Karnataka? Getting back to power in Karnataka. This time Karnataka voters already decided to bless JDS as a regional party. Karnataka citizens are fed up with both national parties. The way in which the government running from last 3.5 years from BJP, people are disgusted. Even the way in which the official opposition party Congress, they are behaving. People are fed up with those two parties. Now they decided to choose JDS as an alternative to these two parties. Will JDS be the kingmaker this time? Not only a kingmaker, people will going to bless us as a king place. Okay. If no one get majority, what will be the stand of JDS? No, we will get clear majority. I have confidence. We will get minimum 123 what my aim from last 1 year. For that I am working out. In that actually I already reached. ഇത്തവണ JDS അധികാരത്തിൽ വരുമെന്നാണ് HD കുമാരസ്വാമി ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം മൈസൂരിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുസ്ലിം ലീഗ് ഉൾപ്പെടെ മതങ്ങളുടെ ചിഹ്നവും പേരുമുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി തള്ളി. പരാതിക്കാരൻ ഹർജി പിൻവലിച്ചതിനെ തുടർന്നായിരുന്നു നടപടി.
മതപരിവർത്തന നിരോധന നിയമം വേട്ടയാടലിനുള്ള ഉപകരണമായി മാറുന്നതായി വി.ഡി. സതീശൻ. മതപരിവർത്തനം ആരോപിച്ചാണ് ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നതെന്നും സതീശൻ. ഇ-പോസ് മെഷീനിലെ തകരാർ മൂലമുള്ള റേഷൻ വിതരണത്തിലെ അപാകത പൂർണ്ണമായി പരിഹരിക്കാനായെന്ന് മന്ത്രി ജി.ആർ. അനിൽ. 7 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ റേഷൻ വാങ്ങിച്ചതായും മന്ത്രി. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് 180 പേർ കൂടി കൊച്ചിയിലെത്തി. ജിദ്ദയിൽ നിന്ന് സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഇവരെ നാട്ടിലെത്തിച്ചത്. ഇന്നലെ 22 പേർ എത്തിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 58.85 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കസ്റ്റംസിനെ വെട്ടിച്ച് കടത്താൻ ശ്രമിച്ച 966 ഗ്രാം സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത്. സെലക്ടീവ് ഫെമിനിസം അല്ല ഫെഫ്കയുടേതെന്ന് ബി ഉണ്ണികൃഷ്ണൻ. കാരവനിൽ ഇരുന്നുള്ള വരണ്യവാദപരമായ രീതിയിലുള്ള ഫെമിനിസം അല്ല ഫെഫ്കയുടേതെന്നും തൊഴിലാളി മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രീതിയിൽ സ്ത്രീ പ്രാതിനിധ്യം നടപ്പാക്കുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എല്ലാ OTT പ്ലാറ്റ്ഫോമുകൾക്കും ഫെഫ്ക മെയിൽ അയച്ചിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. പാലക്കാട് കേരളശ്ശേരിയിൽ വീട്ടിൽ പൊട്ടിത്തെറി. ഏച്ചിക്കാവിൽ രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഒരാൾക്ക് പരിക്കേറ്റു. വീട്ടിൽ പടക്കം നിർമ്മിക്കാനുള്ള കൂട്ടുകൾ സൂക്ഷിച്ചിരുന്നതായാണ് പ്രാഥമിക വിവരം. തിരുവനന്തപുരം ചെറിയ കൊണ്ടിയിൽ കരടി ഇറങ്ങിയെന്ന സംശയത്തെ തുടർന്ന് വനംവകുപ്പ് ട്രാപ്പിംഗ് ക്യാമറ സ്ഥാപിച്ചു. കരടിയെന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നും വനംവകുപ്പ്. KSRTCയിലെ തൊഴിൽ നയങ്ങൾക്കെതിരെ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കൊല്ലം ബൈപ്പാസിൽ വാഹനാപകടം. 2 അപകടങ്ങളിലായി 3 പേർ മരിച്ചു. കൊല്ലം മാങ്ങാട് പാലത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ബൈപ്പാസിലുണ്ടായ മറ്റൊരു അപകടത്തിൽ കൊല്ലം കളക്ടറുടെ ഓഫീസിലെ ജൂനിയർ റിസോഴ്സ് പേഴ്സണായ രഞ്ജിത്തും മരിച്ചു. കേരള സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് നഴ്സിംഗ് കോളേജുകൾ ലഭിക്കാതിരുന്നതെന്ന് കെ സുരേന്ദ്രൻ. കേന്ദ്രം നൽകിയ തുക കേരളത്തിൽ പാഴായി പോവുകയാണെന്നും സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ഒഞ്ചിയത്ത് പറഞ്ഞത് പച്ചക്കള്ളമെന്നും കെ സുരേന്ദ്രൻ. പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് 3200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും സുരേന്ദ്രൻ. കാസർഗോഡ് ജനറൽ ആശുപത്രി ലിഫ്റ്റ് കേടായ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. പ്രശ്നം പരിഹരിക്കുന്നതിൽ കാലതാമസമുണ്ടായെന്ന് ജില്ലാ സബ് ജഡ്ജ് ബി കരുണാകരൻ സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയത്തിൽ കാലതാമസമെടുത്തു. രോഗികൾക്കായി പകരം സംവിധാനം ഒരുക്കാൻ സാധിച്ചില്ല എന്നിവയാണ് റിപ്പോർട്ടിലെ പരാമർശം. റിപ്പോർട്ട് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി. കഴിഞ്ഞ ദിവസം ജില്ലാ സബ് ജഡ്ജ് ബി കരുണാകരൻ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഈ മാസം 4-ാം തീയതിയാണ് ജനറൽ ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് പണിമുടക്കിയത്. റാമ്പില്ലാത്തതിനാൽ രോഗികളെ ചുമന്നാണ് ഇപ്പോൾ വിവിധ നിലകളിൽ എത്തിക്കുന്നത്. ചുമട്ട് തൊഴിലാളികളാണ് പലപ്പോഴും രോഗികളെ ചുമന്ന് താഴെ എത്തിക്കുന്നത്. ലിഫ്റ്റ് ശരിയാകുന്നതുവരെ കിടപ്പ് രോഗികളെ വിവിധ നിലകളിലെത്തിക്കാൻ 2 താൽക്കാലിക ജീവനക്കാരെ ആശുപത്രി അധികൃതർ നിയമിച്ചിട്ടുണ്ട്. മാധ്യമ വാർത്തയെ തുടർന്നാണ് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടത്. ഇതിനിടെ ലിഫ്റ്റ് കേടായത് അറിയിക്കാത്തതിലും അത് നന്നാക്കാത്തതിലും വിശദമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ലിഫ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കാനും അതിൻ്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കുന്നതിനും വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ലിഫ്റ്റ് എന്ന് പ്രവർത്തന സജ്ജമാകുമെന്ന് പറയാൻ അധികൃതർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ന്യൂസ് 18 കാസർഗോഡ്. നരേന്ദ്രമോദിയെ മൻ കി ബാത്തിലൂടെ മലയാളി കേട്ടത് ഏറെ പരിചിതമായ ശബ്ദത്തിലൂടെയായിരുന്നു. പറക്കോട് ഉണ്ണികൃഷ്ണൻ. മൻ കി ബാത്ത് 100-ാം എപ്പിസോഡ് തികയ്ക്കുമ്പോൾ 67-ലും മലയാളത്തിൽ ശബ്ദം നൽകിയത് മലയാളികളുടെ പ്രിയപ്പെട്ട പറക്കോട് ഉണ്ണികൃഷ്ണനാണ്. ആകാശവാണിയിലൂടെ ശബ്ദം കൊണ്ട മലയാളിക്ക് ഏറെ പരിചിതനായ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിലേക്ക് രാജ്ഭവനിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നിറഞ്ഞ സന്തോഷത്തിലാണ് പറക്കോട് ഉണ്ണികൃഷ്ണൻ. പ്രധാനമന്ത്രിയുടെ ഹിന്ദിയിലെ പ്രഭാഷണം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് സ്വന്തം ശബ്ദത്തിലൂടെ ശ്രവ്യാനുഭവമാക്കുക എന്ന ദൗത്യമായിരുന്നു ഉണ്ണികൃഷ്ണന്. ഉച്ചാരണശുദ്ധിയും ശബ്ദസൗകുമാര്യവും സമ്പത്തായ ഉണ്ണികൃഷ്ണൻ മനോഹരമായി തന്നെ ആ വെല്ലുവിളി ഏറ്റെടുത്തു. തന്നിൽ അർപ്പിതമായ 67 ഭാഗങ്ങൾ വിജയകരമാക്കി. നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേഷനും റെക്കോർഡിങ്ങും MP3 ആയിട്ട് ഡൽഹിക്ക് അയച്ചു കൊടുക്കുകയും
അവരുടെ ടീം അവിടെ ഇരുന്ന് അത് കേട്ടു നോക്കിയിട്ട് അത് ശരിയാണ് എന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ മലയാളം കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അത്ര വലിയൊരു ഒരു 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 പ്രവർത്തനമാണ് ഈ മൻ കി ബാത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. അത് 1ാമത്തെ എപ്പിസോഡ് മുതൽ 67ാമത്തെ എപ്പിസോഡ് വരെ, അതായത് 2020 മെയ് മാസം വരെ ഞാൻ തന്നെയാണ് ചെയ്തത്. മൻ കി ബാത്ത് ആരംഭിച്ച സമയത്ത് രാവിലെ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം കഴിഞ്ഞ് തർജ്ജമ ചെയ്യുന്നതായിരുന്നു രീതിയെങ്കിൽ പിന്നീട് മുൻകൂട്ടി കുറിപ്പ് നൽകിയിരുന്നു. പ്രക്ഷേപണത്തിന് മുമ്പ് തന്നെ ഇത് മലയാളത്തിലാക്കി ഡൽഹിയിലേക്ക് അയക്കണം. ഈ ഉത്തരവാദിത്തം 100% വിജയകരമാക്കിയതിന്റെ സംതൃപ്തിയുണ്ട്. ഇനി ഏറ്റവും വലിയ പ്രധാന പ്രശ്നം വെച്ചാൽ ഈ സാധാരണഗതിയിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ രാജ്യത്തോട് സംസാരിക്കുന്നതിന്റെ പരിഭാഷ വായിക്കുന്നത് നമ്മളൊരു വളരെ പാസീവായിട്ടാണ്. പ്രത്യേകിച്ച് മോഡുലേഷനൊന്നും പാടില്ല എന്നുള്ളതാണ് ആകാശവാണി പണ്ട് മുതലേ പിന്തുടർന്ന ഒരു പരമ്പരാഗത രീതി എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് ഇദ്ദേഹം സംസാരിക്കുന്നത് തന്നെ വളരെ മോഡുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ മോഡുലേഷൻ അനുസരിച്ച് നമ്മൾ മോഡുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ റേഡിയോ ശ്രോതാക്കളുടെ ഇടയിൽ ഞാൻ അറിയപ്പെട്ടിരുന്നത്, എനിക്കൊരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. അത് മലയാളത്തിലെ മോദിജി എന്നാണ്. അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 5560 രൂപ, പവന് 44,480 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3815 രൂപയും ഔൺസിന് 1,18,660 രൂപയും. 5 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷനുമായി മനു ഭരത് എത്തും. നമസ്കാരം.